ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കുറേ ആയല്ലേ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ബിസി ആയിരുന്നു, അതാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു റിസപ്ഷൻ ഉണ്ട് വൈകിട്ട്. അപ്പോൾ അതിന് പോണ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ലോങ് ടോപ്പും ഒരു ഷോളും കേട്ടോ, പിന്നെ ഒരു പാൻറ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് വെയർ ചെയ്യാൻ പോണത്. പിന്നെ ഞാനിന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അതിനുള്ള ലഗേജുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ നമുക്കൊരു കല്യാണം ഉണ്ട്, ലോങ് ആണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് എന്തായാലും പോകണം. അപ്പോൾ ഞാൻ ഒരുങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? എനിക്ക് കൂടുതൽ കംഫർട്ട് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ലോങ് ടോപ്പാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കൂടുതലായിട്ടും ഇങ്ങനത്തെ ലോങ് ടോപ്പുകളാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഉപ്പ വരും വിളിക്കാൻ. അൻവർക്കാക്ക് ഷോപ്പിൽ നിന്ന് ലീവ് കിട്ടിയില്ല. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്, പിന്നെ ഞാനും ഓഫിലൂടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഫുഡ് കഴിക്കണമെന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരം അവിടെ ഒപ്പനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ വേണ്ടി നിന്ന്. അപ്പോഴേക്കും ബാബിക്കൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോയിട്ടാ. പിന്നെ അൻവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അൻവർക്ക് വന്നപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടാ. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കല്യാണം ഉണ്ട് നാളെന്ന്. അപ്പോൾ ആളിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒന്നും കഴിക്കാനുള്ള സ്ഥലമില്ല. ഞങ്ങൾ നന്നായി ഫുഡ് കഴിച്ചിട്ടാണ് റിസപ്ഷൻ കഴിഞ്ഞിട്ട് വന്നത് കേട്ടോ. ഇതാണ് എൻ്റെ മമ്മി, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ നേരെ മാമാടെ വീട്ടിലേക്ക് വന്നു ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മാനായിട്ട് കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന നേരത്താണ് സാനും അളിയനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പെട്ടെന്ന് വന്നതാണ്, കാരണം നാളെ ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിന് അവരൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവളെ മോളെ ഇവിടെ ആക്കി തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നാളെ അപ്പോൾ അവർക്ക് നേരത്തെ വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ ഷെൻസൂനെ കണ്ടില്ലേ നിങ്ങളെല്ലാവരും. അപ്പോഴേക്കും എൻ്റെ ഉമ്മ ആയിഷയും കൂടിയിട്ട് നമ്മളപ്പുറത്തെ വീട്ടിൽ മാങ്ങ ഉണ്ട് എന്നിട്ട് അവർ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അത്യാവശ്യം മാങ്ങ കിട്ടിയിട്ടുണ്ട്, പഴുത്തതും പച്ചയൊക്കെ ആയിട്ടുള്ള മാങ്ങകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് എല്ലാവരും കൂടി അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നാളെ കല്യാണത്തിന് എങ്ങനെ പോകും എന്നുള്ള ചർച്ചയൊക്കെ ആയിരുന്നു. ഇനിയും ടീംസുകൾ വരാനുണ്ട്, അവരൊക്കെ നാളെ രാവിലെ എത്തുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോഴൊക്കെ നമ്മൾ മുബി വന്നിട്ടുണ്ടായിരുന്നു. അവന് നമ്മൾ ചർച്ചയിൽ കുറച്ച് നേരം പങ്കെടുത്തു. പിന്നെ അവന് കളിക്കാൻ പോയിട്ടാണ്. പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഉമ്മമ്മയുടെ ആങ്ങളുടെ ഭാര്യയും മരുമകളും മക്കളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അവർ ഞങ്ങൾക്ക് ഒരു പാർട്ടി ഉണ്ട്, ഒരു ഗെറ്റ് ടുഗദർ പോലെ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ മാമാടെ വീട്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവരെ വീട്ടിൽ നടത്തുകയാണ്. അപ്പോൾ എല്ലാവരെയും കൂടി വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ അവർ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അവരൊക്കെ പോയിട്ടാണ്. അതിലൊരു പോക്കിരി ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ആ വണ്ടി എടുക്കുമ്പോൾ വണ്ടിയുടെ ബാക്കിൽ ഫ്രണ്ടിലൊക്കെ ആയിട്ട് പോയി നിൽക്കുകയാണ്. അതാ കണ്ടില്ലേ ഓടണ്. അങ്ങനെ ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവർ പോയിട്ടാണ്. അതിന് പിന്നാലെ സാനും അളിയനും പോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.